ഹലോ വെൽക്കം ടു റിഡ് ഷോർട്ട് ടോക്സ്. സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുമിച്ചിരുന്ന് നോക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്തൊരു ടെക്നിക്കൽ അനാലിസിസ് റിപ്പോർട്ടാണ് അല്ലേ? അതെ. ഇത് നിഫ്റ്റി 50യെ കുറിച്ചാണ്. ഇന്നലെ, അതായത് സെപ്റ്റംബർ 17 ട്രേഡിംഗ് കഴിഞ്ഞിട്ട് നാളേക്ക് സെപ്റ്റംബർ 18 എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് പറയുന്നൊരു റിപ്പോർട്ട്. ശരിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പല സോഴ്സുകൾ നോക്കാറുണ്ട്. ഇന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ ഫോക്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ, നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നാളത്തെ ട്രേഡിംഗിന് ഇതെന്ത് സൂചനയാണ് തരുന്നത്, നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ഓർക്കുക, ഇത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്നതാണ്. ഒരു നിക്ഷേപ ഉപദേശമായിട്ട് ഇതിനെ കാണരുത്. അത് വളരെ പ്രധാനം. കഴിഞ്ഞ കുറച്ച് ദിവസമായി നിഫ്റ്റി നല്ലൊരു ഓട്ടത്തിലായിരുന്നല്ലോ അല്ലേ? എന്നിട്ട് ഇന്നലെ ഒരു ഒതുക്കം പോലെ. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ റിപ്പോർട്ട് എന്ത് പറയുന്നു? നമസ്കാരം. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ വ്യാപാരം നിർത്തുമ്പോൾ നിഫ്റ്റി 50 ഏകദേശം 25,330 ക്ലോസ് ചെയ്തത്. ഇതിലെ പ്രധാന കാര്യം, അതിനു മുമ്പ് 25,150 എന്നൊരു പ്രധാനപ്പെട്ട കടമ്പ, ഒരു റെസിസ്റ്റൻസ്, അത് ബ്രേക്ക് ചെയ്താണ് ഈ ലെവലിലെത്തിയത്. അതൊരു നല്ല ശക്തിയുടെ സൂചനയായിരുന്നു. അതിനുശേഷം ഇപ്പോ 25,300-നും 25,350-നും ഇടയില് വില ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നത്. കൺസോളിഡേഷൻ, അതൊന്ന് ലളിതമായി പറയാമോ? പറയാം. അതായത് ഒരു നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞിട്ട് മാർക്കറ്റൊന്ന് നിൽക്കും, ഒരു ശ്വാസമെടുക്കും. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലൊരു താൽക്കാലിക ബാലൻസ് പോലെ. ഇത് കഴിഞ്ഞാൽ ഒന്നുകിൽ മുകളിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്കും വരാം. ഇപ്പൊ നിഫ്റ്റി ആ ഒരു സ്റ്റേജിലാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോ ഈ ശ്വാസമെടുക്കുന്ന സമയത്ത് താഴോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ സാധ്യതയുള്ള ചില ലെവലുകൾ കാണുമല്ലോ, സപ്പോർട്ട് ലെവലുകൾ. അതിനെക്കുറിച്ച് എന്താണ് റിപ്പോർട്ടിൽ? ഉണ്ട്. റിപ്പോർട്ടിൽ ഡിമാൻഡ് സോണുകൾ, അതായത് സപ്പോർട്ട് ലെവലുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വില താഴോട്ട് വരുമ്പോൾ ആൾക്കാർ കൂടുതൽ വാങ്ങാൻ താൽപര്യം കാണിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ. ശരി. പ്രധാനമായിട്ടും 3 സോണുകളാണ് പറയുന്നത്. ഒന്ന് ഇൻട്രാഡേ സപ്പോർട്ട്, തൊട്ടടുത്തുള്ളത്. അത് 25,250 തൊട്ട് 25,280 വരെയുള്ള ഒരു ഏരിയ. 25,250, 280. ഏറ്റവും അടുത്തുള്ള താങ്ങ്. അതെ. വിലയെന്ന് കുറഞ്ഞാൽ ആദ്യം ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ അതും ബ്രേക്ക് ചെയ്താലോ? അപ്പം നമ്മൾ അടുത്ത സപ്പോർട്ട് സോൺ നോക്കണം. അത് 25,120 തൊട്ട് 25,150 വരെയാണ്. 120, 150. ഇത് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു സോണാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 25,150 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് മുകളിലേക്ക് പോയത്. ശരിയാണ്. ടെക്നിക്കൽ അനാലിസിസിൽ ഒരു നിയമമുണ്ട്. അതായത് ബ്രേക്ക് ചെയ്ത ഒരു പ്രധാന റെസിസ്റ്റൻസ് പിന്നീട് നല്ലൊരു സപ്പോർട്ടായിട്ട് മാറും. അപ്പൊ പഴയ വില്ലൻ ഇപ്പൊ രക്ഷകനാവാൻ നോക്കും അല്ലേ? കൊള്ളാം. അതെ. അതുകൊണ്ട് ഈ 25,120, 150 സോൺ ഒരു കീ സപ്പോർട്ടാണ്. ഇൻട്രസ്റ്റിംഗ്. ഇനി ഇതിലും താഴേക്ക് പോയാലോ? അങ്ങനെ ഒരു സാധ്യതയും കാണുമല്ലോ. തീർച്ചയായും. ഒരു വലിയ കറക്ഷൻ വന്നാൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ സപ്പോർട്ട് സോണാണ് 24,950, 25,000. 25,000 അതൊരു റൗണ്ട് നമ്പർ കൂടിയാണല്ലോ. അതെ. അതുകൊണ്ട് അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവൽ കൂടിയാണ്. മാർക്കറ്റിൽ കാര്യമായിട്ട് സെല്ലിംഗ് പ്രഷർ വന്നാൽ മാത്രമേ അവിടം വരെ എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ശരി. ഈ സപ്പോർട്ട് ലെവലുകൾ ഇനി മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു മൊമെന്റം അല്ലെങ്കിൽ അതിന്റെ ഒരു ശക്തി അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻഡിക്കേറ്ററുകളെക്കുറിച്ച് പറയുന്നുണ്ടോ? RSI, വോളിയം, അതെങ്ങനെയാണ്? നല്ല ചോദ്യമാണ്. മാർക്കറ്റിന്റെ ശക്തി അറിയാൻ അത് പ്രധാനമാണ്. റിപ്പോർട്ടിൽ RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്പോ ഏകദേശം 65 ആണെന്നാണ് പറയുന്നത്. 65. RSI 70-ന് മുകളിലാണെങ്കിൽ ഓവർബോട്ട് എന്നല്ലേ പറയാറ്? 30-ന് താഴെ ഓവർസോൾഡും. അതെ. അപ്പൊ 65 എന്ന് പറഞ്ഞാൽ? 65 എന്നത് മോശമല്ലാത്തൊരു ലെവലാണ്. അത് ഓവർബോട്ടല്ല. എന്നാൽ മാർക്കറ്റിൽ ഇപ്പോഴും വാങ്ങാനുള്ള താൽപര്യം, ബുൾസിന്റെ ഒരു ശക്തി നിലനിൽക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. 70 കടന്നാലുള്ള ഒരു അമിതമായ ചൂടില്ല, എന്നാൽ തണുത്തിട്ടുമില്ല. മുന്നോട്ടു പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതോടൊപ്പം വോളിയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ആ 25,150 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ സമയത്ത് നല്ല വോളിയം ഉണ്ടായിരുന്നു. അതായത് നല്ല കച്ചവടം നടന്നിട്ടുണ്ട്.
അത് നല്ലതാണല്ലോ അല്ലേ? വില കയറുന്നതിനൊപ്പം വോളിയവും. അതെ, അത് ആ മുന്നേറ്റത്തിന് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. വാങ്ങുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നതിന്റെ സൂചനയാണത്. ശരി. അപ്പോ സപ്പോർട്ടുണ്ട്, RSI സ്ട്രോങ് ആണ്, വോളിയം സപ്പോർട്ടുമുണ്ട്. അപ്പോ നാളേക്ക്, അതായത് സെപ്റ്റംബർ 18 മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്ലാൻ ഈ റിപ്പോർട്ടിലുണ്ടോ? ഒരു ലോങ് സെറ്റപ്പ് ഉണ്ട്. റിപ്പോർട്ട് ഒരു ബുള്ളിഷ് പ്ലാൻ അല്ലെങ്കിൽ ലോങ് സെറ്റപ്പ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വില മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്ലാൻ. ഓക്കേ, അതെങ്ങനെയാണ്? എവിടെയാണ് എൻട്രി? അതനുസരിച്ച് എൻട്രി സോണായിട്ട് കാണുന്നത് 25,350 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ല വോള്യത്തോടെ മുകളിലേക്ക് പോകുമ്പോഴാണ്. വോളിയം കാര്യം വീണ്ടും എടുത്തു പറയുന്നുണ്ടല്ലേ? അതെ, അത് വളരെ പ്രധാനമാണ്. വോള്യം കൺഫർമേഷൻ വേണം എന്ന് പറയുന്നു. വെറുതെ വില കയറിയാൽ പോരാ, നല്ല ട്രേഡിംഗ് വോള്യത്തോടെ ആ ബ്രേക്കൌട്ട് നടന്നാൽ അത് റിയൽ ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായി. അങ്ങനെ 25,350 നല്ല വോള്യത്തോടെ ബ്രേക്ക് ചെയ്താൽ എവിടം വരെ പോകാം? ടാർഗറ്റ്? ആദ്യത്തെ ടാർഗറ്റ് 25,420 പറയുന്നത്. 420. ഇനി അവിടെയും നിൽക്കാതെ പോവുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് 25,480 തൊട്ട് 25,500 വരെയുള്ള ഏരിയയാണ്. 25,500 അതൊരു പ്രധാന ലെവലാവാൻ സാധ്യതയുണ്ടല്ലേ? അതെ, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിച്ചേക്കാം. ഈ ടാർഗറ്റൊക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ ലോങ് എടുത്തു, 25,350 കടന്നു എന്ന് കരുതി. പക്ഷേ മാർക്കറ്റ് താഴോട്ട് വന്നാലോ? സ്റ്റോപ്പ് ലോസ്? തീർച്ചയായും. ഒരു നല്ല ട്രേഡ് പ്ലാനിന് സ്റ്റോപ്പ് ലോസ് അത്യാവശ്യമാണ്. ഈ ബുള്ളിഷ് പ്ലാനിൽ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 25,280 താഴെയാണ്. ഇൻട്രാഡേ സപ്പോർട്ടിന് താഴെ. അതെ, അതായത് നമ്മൾ വിചാരിച്ചതിനെതിരെ മാർക്കറ്റ് പോയി 280 താഴെ വന്നാൽ ആ ട്രേഡിൽ നിന്ന് ചെറിയൊരു നഷ്ടത്തിൽ എക്സിറ്റ് ചെയ്യുക, വലിയ നഷ്ടം ഒഴിവാക്കുക. അതാണ് അതിന്റെ ലക്ഷ്യം. ശരി. അപ്പോ മുകളിലേക്കുള്ള പ്ലാൻ ക്ലിയറായി. ഇനി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഈ 25,350 ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അവിടെ തട്ടി താഴോട്ട് വന്നാലോ? അതിനുള്ള പ്ലാൻ ബി എന്താണ്? ഉറപ്പായും ഒരു നല്ല അനാലിസിസ് എപ്പോഴും രണ്ട് സൈഡും നോക്കും. അതുകൊണ്ട് ഒരു ബെയറിഷ് പ്ലാനും റിപ്പോർട്ടിലുണ്ട്. അതായത് ഷോർട്ട് സെറ്റപ്പ്, വില താഴോട്ട് പോകാനുള്ള സാധ്യത നോക്കുന്ന പ്ലാൻ. അതിൽ ആദ്യത്തെ സാധ്യത പറയുന്നത് ഇങ്ങനെയാണ്: വില 25,350 പോയി തട്ടി അവിടെ നല്ല റെസിസ്റ്റൻസ് കാണിച്ച് താഴോട്ട് തിരിയുന്നു. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻട്രാഡേ സപ്പോർട്ട് 25,280 അതും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ അത് ഷോർട്ട് സെല്ലിനുള്ള ഒരു സിഗ്നലായിട്ട് കണക്കാക്കാമെന്നാണ് പറയുന്നത്. അപ്പോ 350 തട്ടി 280 ബ്രേക്ക് ചെയ്താൽ താഴോട്ട് നോക്കാം. അപ്പൊ ടാർഗറ്റ് എവിടെയായിരിക്കും? ആ സാഹചര്യത്തിൽ ആദ്യത്തെ ടാർഗറ്റ് 25,200 ആണ്. ഇനി അവിടെയും നിൽക്കാതെ താഴോട്ട് പോയാൽ രണ്ടാമത്തെ ടാർഗറ്റ് നമ്മുടെ ആ രണ്ടാമത്തെ പ്രധാന സപ്പോർട്ട് സോണില്ലേ, 25,120, 25,150 അതാണ്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഷോർട്ട് ചെയ്യുമ്പോൾ? ഈ ഷോർട്ട് സെറ്റപ്പിന്റെ സ്റ്റോപ്പ് ലോസ് 25,350 മുകളിലാണ്. കാരണം നമ്മൾ താഴോട്ട് പ്രതീക്ഷിക്കുമ്പോൾ അത് തെറ്റി വില 350 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റി. അപ്പോ അവിടെ നിന്ന് മാറണം. ശരി. റിപ്പോർട്ടിൽ വേറൊരു സാധ്യത കൂടി പറയുന്നുണ്ട്, കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണത്? ഒരു പക്ഷേ വില 25,120 എന്ന ആ സ്ട്രോങ് സപ്പോർട്ട് സോണില്ലേ, അതും കാര്യമായ സെല്ലിംഗ് പ്രഷറോടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 25,000 എന്ന ആ സൈക്കോളജിക്കൽ ലെവലിലേക്ക് ഒരു ക്വിക്ക് സ്ലൈഡ്, അതായത് പെട്ടെന്നൊരു വീഴ്ച ഉണ്ടായേക്കാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 25,000ലേക്ക് ഒരു ക്വിക്ക് സ്ലൈഡ്, അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണല്ലോ. പക്ഷേ പൊതുവേ ഒരു ബുള്ളിഷ് മൂഡല്ലേ? അത്രയും വലിയൊരു വീഴ്ചയ്ക്ക് എന്തെങ്കിലും കാരണം? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ബുള്ളിഷാണ്. അതുകൊണ്ട് ഈ ക്വിക്ക് സ്ലൈഡ് ഒരു ഉറപ്പല്ല, മറിച്ച് ഒരു സാധ്യത. ആ 25,120 എന്ന സപ്പോർട്ട് അത്രയും ശക്തമായി ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സംഭവിച്ചേക്കാവുന്ന ഒന്നായിട്ടാണ് പറയുന്നത്. അതിന് അസാധാരണമായ സെല്ലിംഗ് പ്രഷർ വരണം. അതൊരു വാർണിംഗ് പോലെ കാണാം. മനസ്സിലായി. അപ്പം മുകളിലേക്കും താഴേക്കുമുള്ള പ്ലാനുകൾ റെഡിയാണ്, ലെവലുകൾ ക്ലിയറാണ്. എങ്കിലും മൊത്തത്തിൽ ഈ വിശകലനം നോക്കുമ്പോൾ ഒരു ചായ്വ്, ഒരു ബയസ് എങ്ങോട്ടാണ്? ബുള്ളിഷാണോ അതോ ബേറിഷാണോ കൂടുതൽ സാധ്യത? ഈ റിപ്പോർട്ട് പ്രകാരം പ്രൈമറി ബയസ്, അതായത് പ്രധാന ചായ്വ് ഇപ്പോഴും ബുള്ളിഷാണ്.
ഓക്കെ. മുകളിലേക്ക് പോകാനുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ ഊന്നൽ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മാർക്കറ്റ് തുടർച്ചയായി ഹയർ ഹൈകളും ഹയർ ലോകളും ഉണ്ടാക്കിയാണ് പോകുന്നത്. അത് വ്യക്തമായ ഒരു അപ് ട്രെൻഡിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ അപ് ട്രെൻഡിൽ ഷോർട്ട് ചെയ്യുന്നത് അത് കൗണ്ടർ ട്രേഡ് അല്ലേ? റിസ്ക് കൂടുതലല്ലേ? അതായത് ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ. അങ്ങനെ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ തന്നെ ആ 25,280 എന്ന സപ്പോർട്ട് നല്ല സെല്ലിംഗ് വോളിയത്തോടെ ബ്രേക്ക് ചെയ്യണം. വോളിയം പ്രധാനം. അല്ലാതെ ചെറിയൊരു താഴ്ച കണ്ടെന്ന് വെച്ച് ചാടിക്കയറി ഷോർട്ട് ചെയ്യുന്നത് അപകടമായേത്താമെന്നാണ് സൂചന. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം, ഈ പറയുന്ന നിഗമനങ്ങളെല്ലാം പൂർണ്ണമായും ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ, നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, RSI, വോളിയം, ഈ ടെക്നിക്കൽ കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ശരിയാണ്. പുറമേ നിന്നുള്ള വാർത്തകളോ ഗ്ലോബൽ ഫാക്ടേഴ്സോ ഒന്നും ഇതിൽ പരിഗണിച്ചിട്ടില്ല. വളരെ വ്യക്തമായി. അപ്പോ നാളത്തെ ട്രേഡിംഗിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റിയ ചില പ്രധാന ലെവലുകൾ ഇവയാണ്. മുകളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് 25,350. അത് ബ്രേക്ക് ചെയ്താൽ ലോങ് നോക്കാം. താഴെ ഉടനടിയുള്ള സപ്പോർട്ട് 25,280. അത് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സാധ്യത വരും. അതിനും താഴെ പ്രധാന സപ്പോർട്ട് 25,120-150. ഈ ലെവലുകളും അതിനനുസരിച്ചുള്ള ടാർഗറ്റുകളും പിന്നെ ഏറ്റവും പ്രധാനമായി സ്റ്റോപ്പ് ലോസുകളും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഈ ചർച്ച ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് വെച്ചിട്ട് മാർക്കറ്റിന്റെ സാധ്യതകളെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ തന്നു എന്ന് കരുതുന്നു. പ്രൈസ്, വോളിയം, മൊമെന്റം ഇതൊക്കെ വെച്ച് അടുത്ത ദിവസത്തേക്ക് എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാന കാര്യം, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. സാധ്യതകൾ കണ്ടെത്താനുള്ള ഒരു ടൂൾ മാത്രം. ശരിയാണ്. ഇതൊരു ഗ്യാരണ്ടിയോ പ്രവചനമോ അല്ല. ഇത് ഇന്നലത്തെ ഡാറ്റ വെച്ചുള്ളൊരു സാധ്യത മാത്രമാണ്. മാർക്കറ്റ് എപ്പോഴും ഡൈനാമിക് ആണ്. നാളെ രാവിലെ വരുന്നൊരു ന്യൂസ്, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെ ഒരു മാറ്റം, അല്ലെങ്കിൽ രാജ്യത്തിനകത്തോ പുറത്തോ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു സംഭവം, ഇതൊക്കെ മതി ഈ ലെവലുകളെ എല്ലാം തെറ്റിക്കാൻ. അതൊന്നും ഈ റിപ്പോർട്ടിലില്ല. തീർച്ചയായും. അതുകൊണ്ട് ഈ ലെവലുകളെ സാധ്യതകളായി മാത്രം കാണുക, ഉറപ്പുകളായി എടുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സാഹചര്യങ്ങൾ എപ്പോഴും മാറാം. അപ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഈ അനാലിസിസ് നാളത്തേക്കുള്ള ചില ടെക്നിക്കൽ വഴികൾ പറഞ്ഞു തരുന്നു. പക്ഷേ ഈ ചാർട്ടിനും ലെവലിനും അപ്പുറം വരും ദിവസങ്ങളിൽ നിഫ്റ്റിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ വരാനിരിക്കുന്ന കമ്പനി റിസൾട്ടുകളോ, RBI മീറ്റിംഗോ, അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ്, ക്രൂഡ് ഓയിലിന്റെ വിലയോ, അങ്ങനെ പലതും ഉണ്ടാവാം അല്ലേ? തീർച്ചയായും. അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ മാർക്കറ്റിന്റെ വലിയ ചിത്രം കിട്ടാൻ സഹായിച്ചേക്കാം. ഈ ആഴത്തിലുള്ള ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി, പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.